അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങിയേക്കാം. എന്താണ് ചാപ്റ്ററിന്റെ പേര്? ഇന്റഗ്രൽസ് അല്ലേ? അപ്പോൾ നമ്മൾ മറ്റേ ഡിഫറൻസിയേഷൻ പഠിച്ചു കഴിഞ്ഞു. ഇനി പഠിക്കാനുള്ളതിന്റെ പേരാണ് എന്ത്? ഇന്റഗ്രൽസ് അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ എന്നൊക്കെ പറയും. അപ്പോൾ അതെന്താന്ന് നമുക്ക് പഠിച്ചു തുടങ്ങാം. ഈ ചാപ്റ്റർ ബുദ്ധിമുട്ടാണെന്നൊക്കെ ഇങ്ങനെ കുറേ പേര് പറയുന്നുണ്ട്. എടാ നിങ്ങളിത്, ഞാനിത് നല്ലതാണോ അല്ലെ പാടാണോ എളുപ്പമാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളിത് കണ്ടു നോക്ക്, എന്നിട്ട് നിങ്ങൾ പറ ഇത് ഇപ്പം ചാപ്റ്റർ എന്തിനാണ് ഇതൊക്കെ പാടാണെന്ന് പറയുന്നത്, എന്തിനാണെന്ന് നിങ്ങളിത് കണ്ടു നോക്കൂ. ഭയങ്കര എളുപ്പമാണ്, അതേ ശ്രദ്ധിച്ചു. അതായത് നമ്മൾ പഠിച്ച കാര്യം എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിനെ നമ്മൾ ഉപയോഗിച്ചിട്ടിരുന്ന പേരെന്തായിരുന്നു? എഫ് ഡാഷ് എക്സ്. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിന്റെ ഡെറിവേറ്റീവിനെയാണ് നമ്മൾ എഫ് ഡാഷ് എക്സ് എന്ന് വിളിച്ചത്. ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന് ഡെറിവേറ്റീവ് കിട്ടാൻ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് ഏത്? ഡിഫറൻസിയേഷൻ അല്ലേ? ഇതാണ് നമ്മൾ പഠിച്ചത്. ഇനി ഇവിടെ ശ്രദ്ധിച്ചേടാ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സൈൻ എക്സ് എന്നും പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുവാണ്. അതായത് ഡി ബൈ ഡി എക്സ് എന്ന് എടുക്കുക അല്ലേ? സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കോസ് എക്സ് എന്ന് കിട്ടി. അപ്പൊ ശ്രദ്ധിക്കണം, സൈൻ എക്സിന്റെ, ഇത് നേരത്തെ പറഞ്ഞ പോലെ സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ആരാണ് കോസ് എക്സ്? സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ആരാണ് കോസ് എക്സ്? ആരാണ്? ഡെറിവേറ്റീവ് അല്ലേ? അതായത് സൈൻ എക്സ് എന്ന ഫംഗ്ഷനെ ഡിഫറൻസിയേഷൻ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എടുത്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? കോസ് എക്സ് കിട്ടിയത് ആണ്. അപ്പൊ ഞാൻ ചോദിക്കുവാണ്, സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് കോസ് എക്സ്. തിരിച്ച് കോസ് എക്സിന്റെ ആരാണ് സൈൻ എക്സ്? തിരിച്ച് കോസ് എക്സിന്റെ ആരാണ് സൈൻ എക്സ്? കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണോ സൈൻ എക്സ്? ഇല്ല. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താണ്? മൈനസ് സൈൻ എക്സ് ആണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതെ, സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ കോസ് എക്സിന്റെ ആരാണ് സൈൻ എക്സ്? ഇവിടെ നേരത്തെ ഞാൻ ഒരുപാട് സ്ഥലത്ത് പറയുന്നൊരു എക്സാമ്പിളാണ്, ശ്രദ്ധിച്ചു നോക്ക്. ഇപ്പം ഞാൻ എൻ്റെ അച്ഛനുമായിട്ട് വന്ന് നിൽക്കുവാണ്, എന്നിട്ട് ഞാൻ പറയുവാണ് ഇതെൻ്റെ അച്ഛനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അച്ഛനും എന്നെ നോക്കി പറയുമോ ഇതെൻ്റെ അച്ഛനാണെന്ന്? ഇല്ല. അച്ഛൻ നോക്കിയിട്ട് പറയും, എന്ത് പറയും? ഇതെൻ്റെ മോനാണ് എന്ന് പറയും. അതുപോലെ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് കോസ് എക്സ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് കോസ് എക്സ്. തിരിച്ച് കോസ് എക്സിന്റെ ആരാണ് സൈൻ എക്സ്? തിരിച്ചു പറയുന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് നമ്മൾ പറഞ്ഞു എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ എഫ് ഡാഷ് എക്സ് കിട്ടും. തിരിച്ച് ഈ എഫ് ഡാഷ് എക്സിന്റെ ഇന്റഗ്രേഷൻ ചെയ്താൽ, എന്താണ്? ഇന്റഗ്രേഷൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന സാധനത്തിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? എഫ് ഓഫ് എക്സ്. ഇന്റഗ്രേഷൻ ചെയ്ത് കിട്ടുന്ന ഈ പ്രൊഡക്റ്റിനെ പറയുന്ന പേരാണ് ഇന്റഗ്രൽ. ഇതാണ് ഇന്റഗ്രൽ. മനസ്സിലായോ? അതെ, ഒന്നുമില്ല. അതെ, സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ കോസ് എക്സ് കിട്ടി അല്ലെ? സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ കോസ് എക്സ് കിട്ടി. തിരിച്ച് കോസ് എക്സിന്റെ ആരാണ് സൈൻ എക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോസ് എക്സിന്റെ ഇന്റഗ്രൽ ആണ് സൈൻ എക്സ് എന്ന് പറയും. മനസ്സിലായോ? അങ്ങോട്ട് ചെയ്യുന്നത് ഡിഫറൻസിയേഷൻ, ഇങ്ങോട്ട് ചെയ്യുന്നത് ഏതാണ്? ഇന്റഗ്രേഷൻ. ഇത്ര ഓർക്കാനുള്ളത്. ഇത് നോക്കിയേ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ ചെയ്തപ്പോൾ നമുക്ക് എഫ് ഡാഷ് എക്സ് കിട്ടി. തിരിച്ച് എഫ് ഡാഷ് എക്സിനെ ഇന്റഗ്രേഷൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് കിട്ടും. അപ്പോൾ തിരിച്ച് നടത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇന്റഗ്രേഷൻ ചെയ്ത് കിട്ടുന്ന ഉത്തരത്തെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഇന്റഗ്രൽ എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിച്ചേ, സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് കോസ് എക്സ്. തിരിച്ച് കോസ് എക്സിന്റെ ഇന്റഗ്രൽ ആണ് സൈൻ എക്സ്. നോക്ക്, സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് കോസ് എക്സ്, കോസ് എക്സിന്റെ ഇന്റഗ്രൽ ആണ് സൈൻ എക്സ്. റിവേഴ്സ് ഓപ്പറേഷൻ ആണ്. അതുകൊണ്ട് ഈ ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ ഇന്റഗ്രൽ എടുക്കുന്നതിനെ ആന്റി ഡെറിവേറ്റീവ് എന്ന് പറയും. അതായത് അങ്ങോട്ട് എടുക്കുന്ന ഡെറിവേറ്റീവ്, തിരിച്ചെടുക്കുന്നത് ആന്റി ഡെറിവേറ്റീവ്. കേട്ടല്ലോ? ഡിഫറൻസിയേഷൻ, തിരിച്ചെടുക്കുന്നത് ആന്റി ഡിഫറൻസിയേഷൻ. അതിന് പറയുന്ന പേരാണ് ഇന്റഗ്രേഷൻ. അല്ലെങ്കിൽ ഉത്തരം കിട്ടുന്ന സാധനത്തിനെയാണ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇത് ശ്രദ്ധിച്ചു. വേറൊന്നും കൂടി പറയാം. നമുക്കറിയാം ടാൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, അതിന്റെ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടിയടാ? സീക്ക് സ്ക്വയർ എക്സ് കിട്ടി അല്ലെ? ടാൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ നമുക്ക് സീക്ക് സ്ക്വയർ കിട്ടി. അപ്പൊ നമ്മൾ അങ്ങോട്ട് ചെയ്ത പ്രോസസ് ഏതാണ്? നമ്മൾ അങ്ങോട്ട് ചെയ്ത പ്രോസസ് ഡിഫറൻസിയേഷൻ.
കേട്ടല്ലോ. ഇനി അങ്ങോട്ട് ചെയ്ത പ്രോസസ്സ് ഡിഫറൻസിയേഷൻ കിട്ടിയ ഉത്തരത്തിന് നമ്മൾ എന്ത് പേര് വിളിക്കും? ഡെറിവേറ്റീവ് എന്ന് വിളിക്കും. കേട്ടല്ലോ. തിരിച്ച് sec²x എന്ത് ചെയ്താൽ tan x ആവും? തിരിച്ച് ആ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഇന്റഗ്രേഷൻ. ഇനി sec² ഇന്റഗ്രേഷൻ ചെയ്താൽ tan x കിട്ടും. ഈ തിരിച്ചു കിട്ടുന്ന പ്രൊഡക്റ്റിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ഇന്റഗ്രൽ എന്ന് വിളിക്കുന്നത്. കേട്ടല്ലോ, ക്ലിയർ ആയല്ലോ. അതായത് ഒരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുത്താൽ f'(x) കിട്ടും. തിരിച്ച് f'(x) ഇന്റഗ്രേറ്റ് ചെയ്താൽ f(x) കിട്ടും. ക്ലിയർ ആയോടാ? ക്ലിയർ ആയോ? ഇതേ ഒന്നുകൂടി ശ്രദ്ധിച്ചു. അപ്പൊ ശ്രദ്ധിച്ചോടാ, നമ്മൾ പറഞ്ഞ കാര്യം ഇത് ഇത്രേ ഉള്ളൂ എന്ന് നോക്കിയേ. f(x) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിച്ചു. അതിന്റെ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? g(x) കിട്ടി. അങ്ങോട്ട് ചെയ്ത പരിപാടിയുടെ പേരെന്തായിരുന്നു? ഡിഫറൻസിയേഷൻ. ഇങ്ങോട്ട് തിരിച്ച് g(x) എന്ത് ചെയ്താൽ f(x) കിട്ടും? ഇന്റഗ്രേഷൻ. കേട്ടല്ലോ. ഇനി ഇതൊന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കണം. നമ്മൾ പറഞ്ഞു f(x) ഡെറിവേറ്റീവ് എടുത്തപ്പോൾ നമുക്ക് g(x) എന്ന് കിട്ടിയെന്ന് പറഞ്ഞു. നമ്മൾ ഡെറിവേറ്റീവ് ചെയ്യുന്നത് എങ്ങനെയാണ് എഴുതിക്കൊണ്ടിരുന്നത്? ഇത് ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നത് d/dx ഓഫ് f(x). അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് g(x) കിട്ടി. ഇതാണ് നമ്മൾ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ മൊത്തം പഠിച്ചത് അല്ലേ? f(x) ഡെറിവേറ്റീവ് എടുത്തപ്പോൾ g(x) കിട്ടി. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതി d/dx ഓഫ് f(x) ഈക്വൽ ടു എത്രയാണ്? g(x) എന്ന് എഴുതി അല്ലേ? ഈ കിട്ടിയ g(x) ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ആണെന്നറിയാലോ. ഇനി തിരിച്ച് നമ്മൾ പറഞ്ഞു g(x) ഇന്റഗ്രേഷൻ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടിയെന്ന് പറഞ്ഞു? f(x) കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, g(x) ഇന്റഗ്രേഷൻ ചെയ്തപ്പോൾ f(x) എന്ന് കിട്ടി. അത് നമുക്കൊന്ന് റെപ്രസെന്റ് ചെയ്യണ്ടേ? റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇന്റഗ്രേഷൻ ഇത് കണ്ടാൽ ഓർത്തോളം ഇന്റഗ്രേഷൻ ചെയ്യാനാണ്. ആരെ ചെയ്യണം? g(x) ചെയ്യണം. എന്തുകൊണ്ട് ചെയ്യണം? ഇവിടെ നോക്കിയേ, ഈ ഫംഗ്ഷൻ f(x)ലാണ്, x കൊണ്ടാണ് നമ്മൾ ഡെറിവേറ്റീവ് എടുത്തത് വിത്ത് റെസ്പെക്ട് ടു x. അതുപോലെ തന്നെ ഈ ഫംഗ്ഷൻ x-ലാണ്, നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നത് എന്തുകൊണ്ടാണോ അത് dx dy dz എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിക്കോളാം. ഈ ഫംഗ്ഷൻ x-ലായതുകൊണ്ട് dx എന്ന് എഴുതി. അപ്പോൾ ഇങ്ങനെയാണ് ഇന്റഗ്രേഷനെ റെപ്രസെന്റ് ചെയ്യുന്നത്. g(x) ഇന്റഗ്രേഷൻ ചെയ്തപ്പോൾ f(x) കിട്ടിയെന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ g(x) dx ഈക്വൽ ടു f(x). ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ, നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ പോലത്തെ തന്നെ പറയാം. ഇവിടെ നോക്കൂ, sin x. sin x ഡെറിവേറ്റീവ് എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? cos x കിട്ടി. അതായത് sin x ഡെറിവേറ്റീവ് എടുത്തപ്പോൾ cos x, cos x ഇന്റഗ്രൽ എടുത്തപ്പോൾ sin x. അതൊന്ന് എഴുതാം നമുക്ക്. ഡെറിവേറ്റീവ് നമ്മൾ എങ്ങനെ എഴുതിക്കൊണ്ടിരുന്നത്? d/dx ഓഫ് sin x ഈക്വൽ ടു cos x. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ചാപ്റ്ററുകളിലൊക്കെ പഠിച്ചതാണ്. ഇനി തിരിച്ച് cos x ഇന്റഗ്രൽ എടുത്തപ്പോൾ sin x കിട്ടി. അതെങ്ങനെ എഴുതും? cos x ഇന്റഗ്രൽ എടുത്തു, എന്ത് വെച്ച് എഴുതണം? dx. അപ്പൊ നമുക്ക് ഉത്തരം എത്ര കിട്ടി? sin x കിട്ടി എന്നെഴുതണം. കേട്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഇന്റഗ്രേഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു വള്ളി പോലെ വരച്ച് എന്ത് വെച്ചാണോ ചെയ്യുന്നത് അത് d ചേർത്ത് അങ്ങോട്ട് എഴുതണം. ഇത്രേ ഉള്ളൂ. ഇനി ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ കുറേ സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ പഠിക്കണം. അതായത് ഇപ്പോൾ പറഞ്ഞില്ലേ, sin x ഡെറിവേറ്റീവ് ആണ് cos x. നമുക്കറിയാവുന്നത് എന്താണ്? നമ്മളത് പഠിച്ചോണ്ടാ sin x ഡെറിവേറ്റീവ് cos x ആണ്. അതുപോലെ cos x ഇന്റഗ്രൽ എന്താണ്? sin x. അത് നമ്മൾ കാണാതെ പഠിക്കണം എന്നാണ് പറഞ്ഞത്. എന്താണ്? cos x ഇന്റഗ്രൽ എന്താണ്? sin x. പഠിക്കാം. അപ്പോൾ കുറേ സ്റ്റാൻഡേർഡ് റിസൾട്ടുകളാണ് പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കണം, കാണാതെ പഠിക്കണം. അതല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല. ഇന്റഗ്രൽ കൃത്യമായിട്ട് ഡെറിവേറ്റീവ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചാലോചിച്ചാൽ മതി, വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ശ്രദ്ധിച്ചോ, നമുക്ക് ഓരോ സെറ്റായിട്ട് പഠിക്കാം. ഇതേ ശ്രദ്ധിച്ചു. എടാ, ആദ്യത്തെ 6 ഇക്വേഷൻസ് പറയാൻ പോവുകയാണ്. ഡെറിവേറ്റീവ്സ് വെച്ച് ആലോചിച്ചാൽ മതി. ഇത് ശ്രദ്ധിച്ചോളണം. നമ്മൾ ആദ്യം sin x ഡെറിവേറ്റീവ് എന്താണെന്ന് ആലോചിക്കണം. sin x ഡെറിവേറ്റീവ് എന്തായിരുന്നു? cos x. അപ്പോൾ cos x ഇന്റഗ്രൽ എടുത്താൽ എന്ത് കിട്ടും? തിരിച്ച് sin x കിട്ടണം. ഇതേ ഒന്നാമത്തത് cos x ഇന്റഗ്രൽ എടുത്തപ്പോൾ sin x കിട്ടി. ആ പ്ലസ് സി ഇട്ടേക്കുന്ന കോൺസ്റ്റന്റ് ആണ്. അത് നമുക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ പറയാം എന്തിനാണ് സി ഇട്ടിരിക്കുന്നത്. കേട്ടല്ലോ. ഇന്റഗ്രേഷൻ കിട്ടിയ ഉത്തരങ്ങൾക്കെല്ലാം നമ്മൾ പ്ലസ് സി ഇടും. അതിന്റെ കാര്യം നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പറയാം. കേട്ടല്ലോ. നമുക്കൊന്ന് ഇന്റഗ്രേഷൻ ചെയ്ത് തുടങ്ങിയിട്ട് അതെന്തിനാണെന്ന് പറയാം. കേട്ടല്ലോ. ഇനി വെറുതെ ആദ്യം തന്നെ പറഞ്ഞ് മൂട് കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ. ഇനി അടുത്തത് sin x പറഞ്ഞു. cos x ഡെറിവേറ്റീവ് എന്തായിരുന്നു? -sin x ആയിരുന്നു. പക്ഷെ -sin x അപ്പൊ തിരിച്ച് -sin x ഇന്റഗ്രൽ എടുക്കുമ്പോൾ cos x കിട്ടണം. പക്ഷെ മൈനസ് നമ്മൾ പറയില്ല, ഉത്തരത്തിലേ പറയുള്ളൂ. നോക്കിയേ,
സൈൻ എക്സിന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് എക്സ്, അതായത് മൈനസ് ആയിരുന്നു, അത് ഇപ്പുറത്ത് പറഞ്ഞത് മാത്രം. പിന്നെ ടാൻ എക്സിന്റെ ആണ്. ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? സീക്ക് സ്ക്വയർ എക്സ്. അപ്പൊ തിരിച്ച് സീക്ക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ എടുക്കുമ്പോൾ എന്ത് കിട്ടണം? ടാൻ എക്സ് കിട്ടണം. സീക്ക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ എടുത്തപ്പോൾ ടാൻ എക്സ് കിട്ടി. ഇനി നമുക്ക് സീക്ക് എക്സ് നോക്കാം. സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? സീക്ക് എക്സ് ടാൻ എക്സ് ആയിരുന്നു അല്ലേ? അപ്പൊ സീക്ക് എക്സ് ടാൻ എക്സിന്റെ ഇന്റഗ്രൽ എടുക്കുമ്പോൾ സീക്ക് എക്സ് കിട്ടണം. ഇനി അടുത്തത് കോട്ടെക്സിന്റെ പറയാം. കോട്ടെക്സിന്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ് ആയിരുന്നു. അപ്പൊ തിരിച്ച് മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ എടുക്കുമ്പോൾ കോട്ടെക്സ് കിട്ടണം. പക്ഷെ മൈനസ് നമ്മൾ ഇപ്പുറത്തേ പറയുള്ളൂ. അതാണ് ഇന്റഗ്രൽ കൊസീക്ക് സ്ക്വയർ എക്സ് ഈക്വൽ ടു മൈനസ് കോട്ടെക്സ്. ഇനി ഏറ്റവും അവസാനം കൊസീക്ക് എക്സ്. കൊസീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? മൈനസ് കൊസീക്ക് എക്സ് കോട്ടെക്സ്. അപ്പൊ മൈനസ് കൊസീക്ക് എക്സ് കോട്ടെക്സിന്റെ ഇന്റഗ്രൽ എടുത്താൽ എന്ത് കിട്ടും? കൊസീക്ക് എക്സ് കിട്ടും. പക്ഷെ മൈനസ് നമ്മൾ ഇപ്പുറത്ത് പറയും. ഇന്റഗ്രൽ കൊസീക്ക് എക്സ് കോട്ടെക്സ് ഈക്വൽ ടു മൈനസ് കൊസീക്ക് എക്സ്. കാണാതെ പഠിക്കണം, വേറെ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ഡെറിവേറ്റീവ് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചാലോചിച്ചാൽ മതി. ഇനി അടുത്ത സെറ്റ് പഠിക്കാം. ശ്രദ്ധിച്ചോ എടാ, അപ്പൊ അടുത്ത സെറ്റ് ശ്രദ്ധിച്ചോ. അടുത്ത ഒരു അഞ്ചെണ്ണം നോക്കിയേ. നമ്മൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കോൺസ്റ്റന്റിന്റെ ഇന്റഗ്രൽ എടുത്താൽ എക്സ് വരും. അതായത് 1 ഇന്റഗ്രൽ എടുത്താൽ എക്സ് 1x, 2 ഇന്റഗ്രൽ എടുത്താൽ എന്ത് വരും? 2x, 3 ഇന്റഗ്രൽ എടുത്താൽ എന്ത് വരും? 3x. അതൊന്ന് ഓർത്തിരുന്നോളാം. നമുക്കത് ചെയ്തു തുടങ്ങുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പൊ ഇതൊന്ന് ഇക്വേഷൻസ് പഠിച്ചാൽ മതി. നമുക്ക് ഇതൊക്കെയാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത് കേട്ടല്ലോ. ഇനി x⁻n ആണെങ്കിൽ നമ്മൾ മറ്റെടുത്ത് പഠിച്ചത് ഇങ്ങനെ ഇറക്കിയൊക്കെ എഴുതുന്ന പരിപാടിയാണ്. ഇവിടെ അങ്ങനെയല്ല. എന്താണോ പവർ വന്നത് അത് ഒന്ന് കൂട്ടി മേളിൽ എഴുതണം, ഒന്ന് കുറച്ച് താഴെ എഴുതണം. അല്ല, ഒന്ന് കൂട്ടി തന്നെ താഴെ എഴുതണം. x⁻n ആണെങ്കിൽ x⁻n+1/n+1. തിരിച്ച് e⁻xന്റെ ഡെറിവേറ്റീവ് അവിടെ e⁻x ആയിരുന്നു. അപ്പൊ തിരിച്ച് e⁻xന്റെ ഇന്റഗ്രലും എന്ത് തന്നെയായിരിക്കും? e⁻x തന്നെയാണ്. അതാണ് ഇത് ഇന്റഗ്രൽ e⁻x dx ഈക്വൽ ടു e⁻x. ഇനി log xന്റെ ഡെറിവേറ്റീവ് അവിടെ എന്തായിരുന്നു? 1/x. അപ്പൊ തിരിച്ച് 1/xന്റെ ഇന്റഗ്രൽ ആണ് ആര്? log x. ഇന്റഗ്രൽ 1/x ഈക്വൽ ടു log x. അതുപോലെ അടുത്തത് a⁻xന്റെ ഇന്റഗ്രൽ ആണ് a⁻x/log a. കേട്ടല്ലോ. ഇനി ഇത്രയും പഠിച്ചാൽ ഏറ്റവും ബേസിക് ആയി. ഇനി ഒരു സെറ്റ് കൂടി പഠിച്ചാൽ കഴിഞ്ഞു. പിന്നെ ഈ ചാപ്റ്ററിൽ ഇന്റഗ്രൽ പഠിക്കുക പോലും വേണ്ട. അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ നമ്മളുടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഇല്ലേ, അതായത് സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് ഒക്കെ ഏതായിരുന്നു? 1/√of 1+x², 1 - x², 1/√of x റൂട്ട് എന്നൊക്കെ പറഞ്ഞ് കാണാതെ പഠിച്ച കുറെ സാധനങ്ങളില്ലേ, അതിൻ്റെയൊക്കെ കൂടി എന്ത് വേണം? നമുക്ക് ഇന്റഗ്രൽസ് വേണം. ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ ഇവിടുത്തെ അടുത്ത സെറ്റ് ഏതാണ്? നേരത്തെ പറഞ്ഞ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. അതായത് സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നടാ? 1/√of 1 - x². അപ്പൊ തിരിച്ചതിന്റെ ഇന്റഗ്രൽ എടുത്താൽ സൈൻ ഇൻവേഴ്സ് എക്സ് കിട്ടൂലേ. 1/√of 1 - x² ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. ഇനി അതിനൊരു മൈനസ് ഇട്ടാൽ, അത് തന്നെ ഒരു മൈനസ് ഇട്ടാൽ കോസ് ഇൻവേഴ്സ് എക്സ് ആയി. തിരിച്ച് ഇനി ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? 1/1+x² അല്ലായിരുന്നോ? അപ്പൊ 1/1+x² ഇന്റഗ്രൽ എടുത്താൽ ടാൻ ഇൻവേഴ്സ് എക്സ്. അതിനൊരു മൈനസ് ഇട്ടാൽ കോട്ട് ഇൻവേഴ്സ് എക്സ്. തിരിച്ച് ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. ഏതാണ്? സീക്ക് ഇൻവേഴ്സ് എക്സിന്റെ 1/x√x² - 1. അതെന്തായിരുന്നു? സീക്ക് ഇൻവേഴ്സ് എക്സ് ആയിരുന്നു. അപ്പൊ തിരിച്ചത് 1/x√x² - 1 എടുത്താൽ സീക്ക് ഇൻവേഴ്സ് എക്സ്. അതിനൊരു മൈനസ് ഇട്ടാൽ കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. എത്ര ഇക്വേഷൻസ് എഴുതിയിട്ടുണ്ട്? 17 എണ്ണം എഴുതിയിട്ടുള്ളൂ. പിന്നെയും കുറേയൊക്കെ ഉണ്ട്, അതൊന്നും വേണ്ട. അതൊക്കെ നമുക്ക് ഇതൊക്കെ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ 17 എണ്ണം പഠിക്കുക, അത് ഒരു പണി നടക്കില്ല പിള്ളേരെ. അപ്പോൾ ഇത് പാടാണെന്നൊക്കെ കുറച്ച് പേര്, ഈ ചാപ്റ്റർ പാടാണ് എന്ന് പറയുന്ന ഒരു 100 പിള്ളേർ ഇത് പാടാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ 100 പേരും ഈ ഇക്വേഷൻ പഠിക്കാത്ത കുട്ടികളായിരിക്കും. ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. ഈ 17 ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ അകത്ത് സൈൻ എക്സിൻ്റെ ഇന്റഗ്രൽ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതറിയില്ലെങ്കിൽ പിന്നെ നമുക്ക് വേറൊരു പരിപാടിയും നടക്കില്ല. അപ്പോൾ ഈ 17 ഇക്വേഷൻസ് നമ്മൾ ബൈഹാർട്ട് പഠിക്കണം. പഠിക്കാതെ ഒരു രക്ഷയില്ല. ഇത് പഠിച്ചിട്ട് നിങ്ങളിത് പഠിച്ചു തുടങ്ങിക്കോ. നിങ്ങൾക്കിത് ഇത് വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആയിരിക്കും. വേറെ കാര്യങ്ങളൊന്നുമില്ല ഇതിൻ്റെ അകത്ത്. ഈ ഇക്വേഷൻസ് നിങ്ങൾ ബൈഹാർട്ട് ചെയ്തോ. അതുകൊണ്ടാണ് തുടക്കം തന്നെ ഞാൻ ഈ ഇക്വേഷൻസ് പറഞ്ഞിരിക്കുന്നത്. അതല്ലെങ്കിൽ എനിക്ക് ഏറ്റവും അവസാനം ഇത് ബൈഹാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ പോലെ. അപ്പോൾ ഒരു ചാപ്റ്റർ തുടങ്ങിയപ്പോൾ ഇത് പറയണമെങ്കിൽ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു സാധനമാണ്. ഇത് കൃത്യമായിട്ട് കാണാതെ പഠിച്ചിരിക്കണം. എഴുതിയോ വായിച്ചോ എങ്ങനെ വേണമെങ്കിലും പഠിച്ചോ, ഇത് കാണാതെ പഠിച്ചിരിക്കണം. x⁻n ഇന്റഗ്രൽ എന്താണെന്ന് ചോദിച്ചാൽ x⁻n+1/n+1 എന്ന് പറയണം. 1/xന്റെ ഇന്റഗ്രൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ log x എന്ന് പറയണം. റൂട്ട് ഓഫ് ഇന്റഗ്രൽ 1/1+x² എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയണം. അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റണം. കാണാതെ പഠിച്ച് വെക്കണം. ഇതിൻ്റെ അകത്ത് വേറെ പൊടിക്കൈകളോ ഇതിൻ്റെ അകത്ത് വേറെ പരിപാടികളൊന്നുമില്ല. കാണാതെ കുത്തിയിരുന്ന് പഠിക്കണം.
അത്രേ ഉള്ളൂ. ഒരു വട്ടം പഠിക്കുക, അപ്പോൾ കുറേ മറന്നു പോകും. ഒരു വട്ടം കൂടി പഠിക്കുക, അപ്പോൾ കുറച്ചുകൂടിയൊക്കെ മറന്നു പോകും. പിന്നെ 1-2 തവണ കൂടി പഠിക്കുമ്പോൾ സംഭവം സെറ്റ്, പിന്നെ അത് മറക്കൂല. അപ്പോൾ പഠിക്കുമ്പോൾ ഡെറിവേറ്റീവ്സും ഇൻ്റഗ്രൽസും മാറിപ്പോകരുത്, അത് കൃത്യമായിട്ട് പഠിക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് സെറ്റാണ്, വേറെ ഒന്നുമില്ല, അടിപൊളിയാണ് ഈ ചാപ്റ്റർ. അപ്പോൾ ഇത് പഠിക്കുക, ബാക്കി നമുക്ക് കുറേ പഠിക്കാം.